നമ്മുടെ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ സ്വഭാവം നമുക്ക് നന്നായി അറിയാം. പ്രധാനമന്ത്രി പദവി സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് രാഹുൽ ഗാന്ധി. എന്തായാലും തെരഞ്ഞെടുപ്പിൽ ജയിച്ചുകൊണ്ട് പ്രധാനമന്ത്രി ആകില്ല എന്ന് രാഹുൽ ഗാന്ധിക്ക് നല്ലപോലെ അറിയാം. അതുകൊണ്ടാണ് രാജ്യത്ത് ഒരു കലാപം നടത്തി രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി കസേരയിൽ എത്താനായിട്ട് ഒരു ശ്രമങ്ങൾ നടക്കുന്നത്. അതിനുവേണ്ട പല അട്ടിമറികളും പല കലാപങ്ങളും രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ നടത്തി വരികയാണ്. കൂടാതെ നമുക്കറിയാം, രാഹുൽ ഗാന്ധിയെ നിയന്ത്രിക്കുന്നത് ജോസ് സോറസിന്റെ PR ടീമുകളാണ്. രാജ്യത്ത് പ്രതിഷേധം നടത്താനും കലാപം നടത്താനും രാഹുലിന്റെ ടീമിന് ഫണ്ടുകൾ, കോടിക്കണക്കിന് രൂപയുടെ ഫണ്ടുകൾ ഈ ജോസ് സോറസിന്റെ PR ടീമുകൾ നൽകുന്നുണ്ട്. നിലവിൽ 2027 ഉത്തർപ്രദേശ്, ഗുജറാത്ത് ഉൾപ്പെടെയുള്ള 7 സംസ്ഥാനങ്ങളിൽ അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അതിനുവേണ്ട നീക്കങ്ങളെല്ലാം ഇപ്പോൾ തന്നെ ഓരോ പാർട്ടികളും തുടങ്ങിക്കഴിഞ്ഞു. അതിനുവേണ്ട എല്ലാ കുത്തിത്തിരിപ്പുമായിട്ട് രാഹുൽ ഗാന്ധി ഇപ്പോൾ തന്നെ കളത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഉത്തർപ്രദേശിൽ BJP വിജയിക്കരുതെന്ന് രാജ്യദ്രോഹികളുടെ പ്രധാന ലക്ഷ്യമാണ്. അവിടെ കോൺഗ്രസ് വിജയിച്ചാൽ രാജ്യദ്രോഹികൾക്ക് പിന്നെ അവർക്ക് 5 വർഷം പിന്നെ നല്ല കാലമായിരിക്കും. അത് അവിടുത്തെ ജനങ്ങൾക്ക് നന്നായി അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് യോഗി ആദിത്യനാഥിന്റെ BJPയെ തന്നെ അവിടെ UPയിൽ വിജയിപ്പിച്ചുകൊണ്ട് ജനങ്ങൾ ഇരിക്കുന്നത്. അതിന്റെ ചുവട് പിടിച്ചാണ് രാഹുൽ ഗാന്ധി ദളിതരെ ഉത്തർപ്രദേശിലേക്ക് അയച്ചത്. അതും ഒരു കലാപം നടത്താൻ വേണ്ടിയാണ്. എന്നാൽ സംഭവിച്ചത് മറ്റൊന്നാണ്. അതായത് മായാവതി രാഹുലിന്റെ ഈ ടീമുകളെ, അതായത് ഈ ദളിത് നേതാക്കളെ അടിച്ചോടിക്കുന്ന കാഴ്ചയാണ് പിന്നെ കണ്ടത്. UPയിലെ ദളിത് നേതാവ് മായാവതിയുടെ വീടിന് മുന്നിൽ നിന്ന് നാണം കെട്ട് മടങ്ങുന്ന കോൺഗ്രസിന്റെ ദളിത് നേതാക്കളുടെ ദൃശ്യം ഇപ്പോൾ വൈറലാണ്. ദളിത് കോൺഗ്രസ് നേതാക്കളായ രാജേന്ദ്രപാൽ ഗൗതമും ബാരാബങ്കി ലോക്സഭയിൽ നിന്നുള്ള MP തനുഷ് പുനിയുമാണ് നാണം കെട്ട് മടങ്ങിപ്പോകുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. കോൺഗ്രസിന്റെ ദളിത് നേതാക്കളായ ഇവർ രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു മായാവതിയെ കാണാൻ വന്നത്. മുഖം ടവൽ കൊണ്ട് മറച്ചതിന് ശേഷമാണ് ഇവർ ഇവിടെ നിന്നും പോയത്. മായാവതിയുടെ വീടിന് മുന്നിലെത്തിയ കോൺഗ്രസ് നേതാക്കൾ മായാവതിയുടെ വീടിന്റെ കാവൽക്കാരനോട് മായാവതിയെ കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ചെയ്തത്. ഇതകത്ത് ചെന്ന് മായാവതിയെ അറിയിച്ചതും ഉടനെ അവർ പറഞ്ഞത്, എനിക്ക് കോൺഗ്രസിൽ നിന്നുള്ള ഒരു നേതാക്കളെയും കാണണ്ട എന്ന് അവർ അറിയിക്കുകയായിരുന്നു. ഇതോടെ ഇവർ മടങ്ങിപ്പോകാൻ ശ്രമിച്ചെങ്കിലും മാധ്യമപ്രവർത്തകർ ഈ ദളിത് നേതാക്കളെ വിട്ടില്ല. എന്തിനാണ് മായാവതിയെ കാണാൻ വന്നതെന്ന് ചോദിച്ചപ്പോൾ കുറച്ചു കാലമായി രോഗബാധിതയായി കഴിയുന്നവരെ പൊതുപരിപാടികളിൽ കാണാത്തതിൽ ആശങ്കയുണ്ടെന്നും അതിനാലാണ് കാണാൻ വന്നതെന്നാണ് ഇവർ വിശദീകരിച്ചത്. അതേസമയം രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരമാണോ ഇവിടെ വന്നത് എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അല്ല എന്നായിരുന്നു ഇവരുടെ മറുപടി. ഉത്തർപ്രദേശിൽ BJP തകർക്കാൻ PDA എന്നീ 3 തൂണുകളെ ആശ്രയിക്കാനാണ് പ്രതിപക്ഷ നേതാവ് അഖിലേഷ് യാദവിന്റെ പദ്ധതി. ഇതിൽ P എന്നത് PhD എന്നത്, അതായത് പിന്നാക്ക സമുദായക്കാരാണ്. D എന്നത് ദളിതാണ്. A എന്നത് അല്പസംഖ്യാസ് അഥവാ ന്യൂനപക്ഷങ്ങൾ. അതാണ് ഈ PDA എന്ന് പറയുന്നത്. ഇതാണ് ഈ 3 തൂണുകൾ. ഇതിന്റെ ഭാഗമായി ദളിതുകളെ BJPക്കെതിരെ നിർത്താൻ കുറെ കാലമായി അഖിലേഷ് യാദവും രാഹുൽ ഗാന്ധിയും കൊണ്ടുപിടിച്ച് UPയിൽ പലതരത്തിലുമുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും തന്നെ വിജയിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അത് മുളയിൽ തന്നെ UPയിലെ സർക്കാർ, അതായത് BJP സർക്കാരും UPയിലെ ജനങ്ങൾക്കും അതിന്റെ കാര്യം, അവിടുത്തെ ദളിതർക്കും അതിന്റെ കാര്യം മനസ്സിലാവുന്നുണ്ട്. അത് അവർ തന്നെ സ്പോട്ടിൽ തന്നെ അവർ തകർത്ത് തരിപ്പണമാക്കുകയും ചെയ്യുകയാണ്.